എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ നോവലിൻ്റെ കവർ റിവീലാണ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും സന്തോഷമുള്ള കാര്യം, അതിലേറെ സന്തോഷം തരുന്നത് സോഷ്യൽ മീഡിയ വഴി കവർ റിലീസ് ചെയ്തത് ശ്രീ ബെന്യാമിനാണ് എന്നതാണ്. അദ്ദേഹത്തോട് ഒത്തിരി നന്ദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം വായിക്കുകയും ടോക്ക് ഷോയും ഇൻ്റർവ്യൂവും സ്ഥിരമായി കാണുകയും കേൾക്കുകയും ചെയ്തത് എൻ്റെ എഴുത്ത് ജീവിതത്തിൽ എനിക്ക് ഏറെ പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ എൻ്റെ ആദ്യ നോവലിന് പച്ചക്കൊടി വീശുന്നത് എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നൊരു കാര്യമാണ്. ഈ നോവലിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി കവർ റിലീസിന് ശേഷം പറയാം. രക്തസാക്ഷി മാൻകൈൻഡ് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പേര് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? രാജ്യത്തിനു വേണ്ടി ജീവിതം ബലിയർപ്പിച്ച ധീര രക്തസാക്ഷികളുടെ കഥ എന്നാണോ, അതോ നമ്മുടെ കക്ഷി രാഷ്ട്രീയം പറയുന്ന നോവൽ എന്നാണോ? 90കളിലെ എൻ്റെ നാട് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുക. കണ്ണൂരിലുള്ള ഒരു ഗ്രാമപ്രദേശം, സാധാരണയിൽ സാധാരണക്കാരായ ഒരു കൂട്ടം മനുഷ്യരുടെ കഥ. മതവിദ്വേഷമില്ല, പണമുള്ളവനില്ലാത്തവനെന്ന വ്യത്യാസമില്ല, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്നവരുടെ ജീവിതം. എന്നാൽ വില്ലനായി ഉടലെടുക്കുന്ന രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ കാലം. ആ കാലത്ത് ബാല്യവും കൗമാരവും കടന്നുപോയ ഒരാളെന്ന നിലയിൽ എനിക്കും ചിലത് പറയാനുണ്ട്. അതുതന്നെയാണ് ഞാൻ ഈ നോവലിൽ പറഞ്ഞു വെച്ചതും. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ശ്രീ ബെന്യാമിൻ ആടുജീവിതത്തിൽ പറഞ്ഞതുപോലെ, എഴുതിയതുപോലെ, കേരളത്തിലെ മറ്റു ജില്ലകളിൽ ജീവിക്കുന്നവർക്ക് കണ്ണൂർ എന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇത് ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ജോലിക്കായി വിദേശത്ത് പോയപ്പോൾ കൂടെ താമസിക്കുന്നവർ, പരിചയപ്പെടുന്നവരൊക്കെയും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നാട്ടിലെവിടെയാണ്? കണ്ണൂരെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ആ ഒരു ഭാവഭേദങ്ങൾ ഇന്നും ഞാൻ ഓർക്കുന്നു. കണ്ണൂരുകാരെ കാണുന്നത് പേടിയാണ് അവർക്ക്. ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിച്ചത് അക്കാലത്ത് നടന്നിട്ടുള്ള കൊലപാതക രാഷ്ട്രീയമാണ്. അത്തരം കൊലപാതകങ്ങളുടെ കഥ കൂടിയാണ് ഈ നോവൽ. കണ്ണൂരിനെ ഭയപ്പാടോടെ നോക്കിക്കണ്ട മുഴുവൻ ആളുകൾക്കും ഉത്തരം കിട്ടാൻ ഈ നോവലിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എഴുതിയതൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ വേണ്ടിയല്ല. ചില വിമർശനങ്ങൾ മുന്നോട്ട് വച്ചത് ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാലം ഉണ്ടാകാതിരിക്കാനും കൂടിയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചു പോയത് കൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ട, കൂടാതെ ആക്രമണങ്ങളിൽപ്പെട്ട് മരണാസന്നരായി കാലം കഴിച്ചു കൂട്ടുന്ന സാധാരണക്കാരായ പാവ മനുഷ്യർക്കായി ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നു. ഒരു പ്രണയ നോവലിൻ്റെ എല്ലാ സാധ്യതകളെയും നിലനിർത്തിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കൊലക്കുറ്റത്തിന് പ്രതി ചേർത്ത് വിചാര തടവുകാരനായി 1.5 വർഷക്കാലമായി ജയിലിൽ കഴിയുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ നായക കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ജീവിതാവസ്ഥയാണ് 1-ാം അധ്യായം. അവിടെ നിന്ന് അങ്ങോട്ട് 2 വർഷം പുറകിലോട്ട് പോയി അയാളുടെ കുടുംബവും നാടും കോളേജ് ജീവിതവും പ്രണയവും ജയിലിലാകുന്നതിൻ്റെ സാഹചര്യവും പറഞ്ഞ് കഥ മുന്നോട്ട് പോകുന്നു. എന്നെ കേൾക്കുന്നവരിൽ വളരെ കുറച്ച് പേർ മാത്രമേ വായിക്കുന്നവരുണ്ടാകൂ. അങ്ങനെ വായിക്കുന്നവരും വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും നോവൽ വാങ്ങുക. കവർ പ്രകാശനം കഴിഞ്ഞു. ഇനി പ്രീ ബുക്കിങ്ങിനുള്ള സമയമാണ്. ബുക്കിങ്ങിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.